എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് വിളിക്കുകയുണ്ടായി, ഒരു പൈപ്പ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഒരു ക്ലയൻറ്റ് വിളിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഇത്തരത്തിലൊരു പൈപ്പ് താഴോട്ട് പൊട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ ഇതൊരു ടോയ്ലറ്റിൻ്റെ ഫ്ലോർ വേസ്റ്റാണ്. ആ ഫ്ലോർ വേസ്റ്റ് താഴോട്ട് പോകുന്ന ഒരു എൽബോ ഉണ്ട്. ആ എൽബോയുടെ ആ ഒരു ഭാഗത്തായിട്ട്, അതായത് ഇതൊരു ഫില്ലിംഗ് കോമ്പൗണ്ടാണ്. ഫില്ലിംഗ് കോമ്പൗണ്ടിൽ മണ്ണ് കൊണ്ട് താഴോട്ട് ഇരിക്കുകയും ആ ഒരു എൽബോയിൽ ലോഡ് നിൽക്കാതെ വരുമ്പോൾ എൽബോ സ്വാഭാവികമായിട്ട് താഴോട്ട് പൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ അടിയിൽ നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് ഭാവിയിൽ ദോഷം വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇങ്ങനെ ഇത്തരത്തിൽ പൊട്ടുവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡോറൽ ബേഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം, ഡോറൽ ബേഡ് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഡോറൽ ബേഡ് ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ ഹീറ്റിംഗ് ഗണ്ണ് വെച്ച് ചൂടാക്കി അഴിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ഡോർ ടീ ആണ് ഇനി അവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്, അതായത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഡോർ ടീ ആണ് ഇടുന്നത്. അപ്പോൾ ഡോർ ടീ ഇട്ടിട്ട് താഴേക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്ന കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൈപ്പിൽ ഒട്ടിച്ചിരുന്ന ഡോറൽ ബേഡ് ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഹീറ്റിംഗ് കൊണ്ട് ഉപയോഗിച്ച് നീക്കം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ചൂടിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന പൈപ്പിൻ്റെ ഒരു ഘടനയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നേരെ ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡ്യൂസർ 2 ഇഞ്ചിൻ്റെ ഒരു സോക്കറ്റ് പോലെ റെഡ്യൂസറുണ്ട്, ആ റെഡ്യൂസർ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു പൈപ്പ് എടുത്തതിന് ശേഷം, ഒരു മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഇതിനകത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ജസ്റ്റ് പൈപ്പ് ഇറക്കിയിട്ട് കയറ്റിയിടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ തുടർന്ന് വീഡിയോകൾ ഇടാൻ ശ്രമിക്കുന്നതാണ്. വർക്ക് സംബന്ധമായ തിരക്കുകൾ കൊണ്ടാണ് വീഡിയോകൾ ഇടാനുള്ള താമസം ഉണ്ടാകുന്നത്. അപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും വീഡിയോകൾ ഇടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക്